കേരള സർവകലാശാലയിൽ ഇന്നും നാടകീയ രംഗങ്ങൾക്ക് സാധ്യതയേറുകയാണ്. രജിസ്ട്രാറോട് സർവകലാശാലയിൽ വരരുത് എന്ന നിർദ്ദേശമാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. രജിസ്ട്രാർ നേരത്തെ അവധി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ സസ്പെൻഷനിലായ ആൾക്ക് എന്തിനാണ് അവധി എന്ന ചോദ്യമാണ് വൈസ് ചാൻസലർ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ SFIയുടെ രാജ്ഭവൻ മാർച്ച് ഇന്നുണ്ട്, DYFIയുടെ സർവകലാശാല മാർച്ചും ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല അനിഷ്ട സംഭവങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് ഇന്ന് സർവകലാശാല പരിസരത്തും രാജ്ഭവന്റെ മുന്നിലും. മറ്റു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഇന്നലെ ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജി റദ്ദാക്കിയതിനെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ. ഇത് അതിനിർണായകമായ ഒരു ഹർജിയാണ്. ഈ ഹർജിയിൽ ഉടനടി തീർപ്പ് കൽപ്പിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതിന് എതിരായിട്ടുള്ള ഹർജിയാണ്. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതും നിർണായകമായി മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശശി തരൂരിന് അനുകൂലമായി ഒരു ദേശീയ ഏജൻസിയുടെ സർവേ ഫലം ഇപ്പോൾ ചർച്ചയാവുകയാണ്. പക്ഷേ ഇതിനോട് കോൺഗ്രസ് നേതൃത്വം വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. ഈ സർവേയിൽ കോൺഗ്രസിനാണ് 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടമുണ്ടാവുക, UDFനാണ് നേട്ടമുണ്ടാവുക എന്ന കാര്യവും ഉണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന വിലയിരുത്തൽ ആ സർവേയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ സർവേയെ ആവേശത്തോടെ കാണേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. കാരണം ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന സർവേ ഫലമാണ് അത്. തരൂരിന് വേണ്ടിയുള്ള ഒന്നാണ് ഈ സർവേ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ തരൂർ സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയാണോ, ഈ സംശയം കൂടി ബലപ്പെടുന്ന ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിശദമായി ഈ വാർത്തകളിലേക്ക് വരാം.